എത്ര അറൗണ്ട് 450 കിലോമീറ്റേഴ്സ്. അന്നത്തെ കണക്ക് പ്രകാരം ഒരു 500 കിലോമീറ്ററോളം വരും അന്നത്തെ വഴികൾ. ഇന്ന് ഷോർട്ടാണ്, ഇന്ന് ബസ്സുകൾ ഓടുന്ന റൂട്ട് വളരെ ഷോർട്ടാണ്, 450 കിലോമീറ്റർ. അന്ന് 500 കിലോമീറ്റർ വരും മല കയറി പോണ്ടേ. 500 കിലോമീറ്റർ ഒരു കുടുംബം താമസിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നടന്നു? മക്കയിൽ ജനിച്ച പിതാവ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഫലസ്തീനിലേക്ക്, ഗസയിലേക്ക് അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തെ കാണാൻ യാത്ര പോയതാണ്. കച്ചവടവും ലക്ഷ്യമുണ്ട്. അങ്ങനെ ഗസയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ബഹുമാനപ്പെട്ട നബിയുടെ ഉപ്പാക്ക് പനി ബാധിക്കുന്നത്. അപ്പോഴേക്കും ആമിന റളിയല്ലാഹു തആല അൻഹ മഹദി ഗർഭിണിയായി പ്രസവിക്കാറായി നിൽക്കുകയാണ്. മദീനയിലെത്തി. മദീനയിൽ നിന്ന് ഒരു 11 ദിവസം കൂടെ യാത്ര ചെയ്താൽ മക്കയിലേക്ക് എത്തും. ആ സമയത്താണ് മദീനയിൽ അസുഖം ബാധിച്ച് മദീനയിൽ വഫാത്തായി നബിയുടെ ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. നബിയുടെ ഉമ്മ ആമിന ബീവി 6 വയസ്സുള്ള പൊന്നുമോൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈപിടിച്ച് മദീന വരെ കൊണ്ടുപോയി കുടുംബങ്ങളെ കാണിച്ചു കൊടുക്കാൻ. മദീനയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് പനി ബാധിച്ച് അബവാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹക്ക് പനി ബാധിക്കുന്നത്. അവരും മരണമടയുന്നു. ഇവിടെ മദീനയിൽ. വാപ്പ കിടക്കുന്നത് എവിടെ? മദീനയിൽ. ഉമ്മയും മദീനയിൽ. ഇനി നബി കിടക്കുന്നതോ? നബിയും കിടക്കുന്നത് മദീനയിൽ. 53 വർഷമാണ് മക്കയിൽ ജീവിച്ചത്. ബാക്കി വരുന്ന 10 വർഷവും അവിടെ അങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെയും ഹബീബിന് കിടക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത സ്ഥലം അവിടുത്തെ ഉമ്മയും ബാപ്പയും കിടക്കുന്ന മണ്ണാണ്. ഇത് 5 കിലോമീറ്റർ ദൂരമുള്ള പ്രദേശങ്ങളല്ല. മക്കയും മദീനയും എത്ര 500 കിലോമീറ്റർ ദൂരങ്ങളിലേക്ക് നബിയുടെ വാപ്പയെ കൊണ്ടുപോയവൻ അല്ലാഹു. നബിയുടെ ഉമ്മയെ മരിക്കാൻ വേണ്ടി മദീന വരെ നടത്തിക്കൊണ്ടുപോയവൻ അല്ലാഹു. എന്തേന്നറിയോ? ആ മണ്ണ് അല്ലാഹു തിരഞ്ഞെടുത്ത മണ്ണാണ്. നബിയുടെ ഉമ്മയും വാപ്പയും നാജിയാനി, അവര് രക്ഷപ്പെടുന്നവരാണ്, അവര് സത്യവിശ്വാസികൾ എന്നാണ് മുസ്ലിമീങ്ങളുടെ ഉലമാഇന്റെ അഭിപ്രായം. സന്ദർഭികമായി പറയട്ടെ, നബിയുടെ ഉമ്മയും വാപ്പയും മുസ്ലിം അല്ല എന്ന് എഴുതിവിടുന്ന ആളുകളുണ്ട്. നബിയുടെ ഉമ്മയും വാപ്പയും മുസ്ലിം ആയിട്ടില്ല എന്ന് നോട്ടീസ് അടിച്ചു വിട്ട ആളുകളുണ്ട്. ഇത് മുസ്ലിമീങ്ങളിലുള്ള ആളുകളല്ലാതെ ഒരമുസ്ലിം ഇത് പറഞ്ഞിട്ടില്ല. എന്താണ് അത്ഭുതം? ഒരമുസ്ലിം പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല. എങ്ങനെ? നബിയുടെ ഉമ്മയും വാപ്പയും ലോകത്തിന്റെ റഹ്മത്തുൽ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയേ, ഈ ലോകത്തിന് കരുണയായിട്ടല്ലാതെ നിങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല നബിയേ. ആ കരുണയായ റസൂലിന്റെ ഉമ്മയും വാപ്പയും ലോകത്ത് തൗഹീദ് പഠിപ്പിക്കാൻ വന്ന അഷ്റഫുൽ ഖൽഖിന്റെ ചോരയുടെ ഭാഗമായ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും നരകത്തിലേക്ക് പോകുന്ന കാഫിറുകളാണ് എന്ന് പറയണമെങ്കിൽ അസാമാന്യമായ ധൈര്യം വേണം. മുസ്ലിമിന് ഇത് പറയാൻ പാടില്ല. ഇത് എഴുതിവിടാൻ പാടുണ്ടോ? എന്ത് ലാഭമാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത്? എന്തുദ്ദേശിച്ചിട്ടാണ് എഴുതിവിടുന്നത്? നബിയുടെ ഉമ്മയെയും വാപ്പയെയും നരകത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് എന്ത് ലാഭമാണാവോ ഈ കൂട്ടർക്ക് വേണ്ടത്? എന്താ വേണ്ടത്? അത് പൊക്കിപ്പിടിച്ച് നടക്കുന്ന എന്റെ സഹോദരങ്ങളുണ്ടെങ്കിൽ കേൾക്കണം. അബദ്ധത്തിന്റെ പിന്നാലെ പോകല്ലേ. സ്വഹീഹ് മുസ്ലിമിലെ ഒരൊറ്റ ഹദീസിന്റെ കഷ്ണം പിടിച്ചിട്ടാണ് നബിയുടെ വാപ്പയെ നരകത്തിലേക്ക് ആളുകൾ പറഞ്ഞയച്ചത്. നബിയുടെ വാപ്പ നരകത്തിലല്ലല്ലോ. നബിയുടെ വാപ്പ നാജിയാനി, നബിയുടെ ഉമ്മയും വാപ്പയും രക്ഷപ്പെടുന്ന ആളുകളാണ്. അതിൽ സംശയം വേണ്ട എന്ന് ലോകം കണ്ട പ്രഗത്ഭനായ മുഫസ്സിർ അല്ലാമ ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? There should be no debate about it. തർക്കിക്കാൻ പോലും പാടില്ല. നബിന്റെ വാപ്പ നരകത്തിലോ സ്വർഗത്തിലോ? സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ്. നമ്മുടെ അഖീദ അതാണ്. എന്തേ ഇത് മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാവാത്തത്? എന്താ ഇത് മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാവാത്തത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു സ്വഹാബി വന്ന് ചോദിച്ച ഒരു ഹദീസിന്റെ കഷ്ണമാണ് ഇവർക്ക് ആധാരം. ഹദീസ് എന്താണെന്നറിയോ? ഒരാൾ വന്ന് ചോദിച്ചു, ഐന അബീ യാ റസൂലല്ലാഹ്, നബിയേ എന്റെ വാപ്പ എവിടെയാണ് നബിയേ? എന്റെ വാപ്പ മരിച്ചുപോയി, മുസ്ലിമാവാതെ മരിച്ചു പോയിട്ടുണ്ട്. എന്റെ വാപ്പ എവിടെയാണ്?
നിങ്ങളുടെ മറുപടി എന്താണ്? ഇന്ന അബാക ഫിന്നാർ, നിങ്ങളുടെ വാപ്പ നരകത്തിലാണ്. അയാളങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് നടന്നപ്പോ ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചു റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് പറഞ്ഞു, ഇന്ന അബീ വ അബാക ഫിന്നാർ, എന്റെ ഉപ്പയും നിങ്ങളുടെ ഉപ്പയും നരകത്തിലാണ്. ആ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഹദീസിനെ സംബന്ധിച്ച് എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ഉലമാ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കെ പരിഭാഷ വായിച്ച് അർത്ഥം പറഞ്ഞ മസ്അല പറയല്ലേ ചെറുപ്പക്കാരാ. വിശുദ്ധ ഖുർആനും ഹദീസും ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കളിപ്പാട്ടമല്ല. ഒരു ഡോക്ടറോട് ചോദിക്കുന്ന വിഷയം നിങ്ങൾ എഞ്ചിനീയറോട് പോയി ചോദിക്കാറില്ല, അല്ലേ? ഒരു എഞ്ചിനീയറോട് ചോദിക്കേണ്ട വിഷയം ഒരു ഗ്രോസറിക്കാരനോട് പോയി ചോദിക്കാറില്ല. അങ്ങനെയെങ്കിൽ ഇസ്ലാമിന്റെ നിയമപ്രമാണങ്ങൾ എന്തേ അതിന്റെ സ്പെഷ്യലിസ്റ്റുകളെ നിങ്ങൾ സമീപിക്കാത്തത്? അതെന്താ? അതിന് മാത്രം എന്താ പ്രശ്നം? ബാക്കിയൊക്കെ നമ്മൾ അങ്ങനെ സ്പെഷ്യലിസ്റ്റ് വേണം. കണ്ണ് മാത്രം പരിശോധിക്കുന്ന ഡോക്ടറെ കാണണം, അല്ലെ? ഐ സ്പെഷ്യലിസ്റ്റ്, ENT എന്ന് വേണം. അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ അത് വേണ്ടയോ? കൈയും കാലും കണ്ണും പരിശോധിക്കുന്ന ഡോക്ടർ നിങ്ങളുടെ നശിച്ചു പോകുന്ന ശരീരമാണ് ചികിത്സിക്കുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെടുന്ന വിഷയം നാളത്തെ എന്നേക്കുമുള്ള വിജയവും നാളത്തെ പരാജയവും നിർണയിക്കുന്ന വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കുന്നത് പറയാൻ പാടുണ്ടോ? ഒരാൾ മുസ്ലിമായി ജനിച്ച ഒരു മനുഷ്യൻ മരണം വരെ നിസ്കരിച്ചില്ലെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് കാഫിർ എന്ന് പറയാൻ പാടില്ല. എങ്ങനെ? മുസ്ലിമായി ജനിച്ച ഒരു മനുഷ്യൻ മരണം വരെ ഒരു വഖ്ത് പോലും നിസ്കരിച്ചില്ലെങ്കിൽ അയാളെ പറ്റി കാഫിർ എന്ന് പറയരുത്. ഒരു റമദാനും നോമ്പ് നോച്ചില്ലെങ്കിൽ അയാളെ പറ്റി കാഫിർ എന്ന് പറയാൻ പാടില്ല. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ആ നിമിഷം ഒരാൾ ഇസ്ലാം എന്ന് പുറത്തു പോകും. ആ നിമിഷം കാഫിറാണെന്ന് എഴുതിയപ്പെടും, ഇസ്ലാം എന്ന് പുറത്തു പോകും. നിസ്കാരം, നിർബന്ധമായ നിസ്കാരം നിർവഹിക്കാത്ത ആളുകൾ ചെയ്യുന്നത് കുറ്റം തന്നെ. അതല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ നരകത്തിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. നോമ്പ് നോൽക്കാനത് കുറ്റം തന്നെ. അത് അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ നരകത്തിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പക്ഷേ അവരെ പറ്റി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവൻ എന്ന് പറയില്ല. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടത്തോട് ബഹുമാനമില്ലാത്ത ഒരു വാക്ക് ഒരാൾ പറഞ്ഞാൽ, ഒരു വാക്ക് എത്രയേറെ ഉംറ നിർവഹിച്ച ആളായിക്കൊള്ളട്ടെ, എത്ര നിസ്കാരമുള്ള ആളായിക്കൊള്ളട്ടെ, എത്രയെല്ലാം ആരാധന കർമ്മങ്ങൾ ചെയ്യുന്ന ആളായിക്കൊള്ളട്ടെ, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി അനാദരവുള്ള ഒരു വാക്ക് പറഞ്ഞാൽ, അറിഞ്ഞുകൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ, വിവരക്കേട് കൊണ്ടോ അറിവില്ലായ്മയോ കൊണ്ടല്ലാതെ വിവരമുള്ള ഒരു മനുഷ്യൻ നബിയെ അനാദരിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ആ നിമിഷം അവർ ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്നാണ് ശരീഅത്തിന്റെ നിയമം. ഇതാർക്കാ അറിയാത്തത്? അല്ലാമ ഇബ്നുൽ അറബിയോട് ഒരാൾ വന്ന് ചോദിച്ചു. അല്ലാമ ഇബ്നുൽ അറബി, അബൂബക്കർ ഇബ്നുൽ അറബി, the authoritarian in the interpretation of Quran, വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിരീങ്ങളിൽ, ഖുർആനിന്റെ വ്യാഖ്യാതാക്കളിലെ തലയെടുപ്പുള്ള മഹാപണ്ഡിതൻ. എന്താ ചോദ്യം? അല്ലാമ ഇബ്നുൽ അറബിയോട്, മാ ഹുക്മു മൻ ഖാല ഇന്ന വാലിദൻ നബി വ വാലിദതഹു ഫിന്നാർ, നബിയുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണ് എന്ന് പറയുന്ന ഒരാളിന്റെ വിധി എന്താണ്? എന്താണ് വിധി? അല്ലാമ ഇബ്നുൽ അറബിയുടെ മറുപടി എന്താണ്? ശ്രദ്ധിച്ചു കേൾക്കണേ. കണ്ട നോട്ടീസുകൾ കയ്യിൽ പിടിച്ച് നടക്കണ്ട. ഞാൻ ഈ കൊണ്ടു നടക്കുന്നത് ഏത് പ്രസ്ഥാനമാണ്, ആരാണ് എഴുതി വിടുന്നത് ശ്രദ്ധിക്കണം. അല്ലാമ ഇബ്നുൽ അറബിയുടെ മറുപടി, മൽഊനൻ മൽഊനൻ മൽഊനൻ, ശപിക്കപ്പെട്ട ആളാണ്, ശപിക്കപ്പെട്ട ആളാണ് ഇങ്ങനെ പറയുന്ന ആളെന്ന് അല്ലാമ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു ശപിക്കപ്പെട്ട ആളാണ്. ഇങ്ങനെ നബിയുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണ് എന്ന് പറയുകയോ എഴുതിവിടുകയോ നോട്ടീസ് അടിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകൾ മൽഊൻ, അല്ലാഹുവിനാൽ ശപിക്കപ്പെട്ടവരാണ്. അത് ചോദിച്ചു, എന്തേ? ഇന്നല്ലദീന യുദൂന അല്ലാഹു വറസൂലഹു ലുഇനു ഫിദ്ദുനിയ വൽ ആഖിറ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നബിയെയും അല്ലാഹുവിനെയും വേദനിപ്പിക്കുന്ന ആളുകൾ ഈ ലോകത്തും പരലോകത്തും ശപിക്കപ്പെട്ടവരാണ്.
ഒരാളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണെന്ന് പറയുന്നതിനേക്കാളും വേദനിപ്പിക്കുന്ന മറ്റേത് വാക്കുണ്ട്? ഇത് റസൂലിനെ വേദനിപ്പിക്കില്ലേ? ഹബീബിനെ സങ്കടപ്പെടുത്തില്ലേ? അല്ലാഹുവിന്റെ റസൂലിന് പൊറുക്കുമോ അവിടുത്തെ സ്വന്തം ഉമ്മയെ വാപ്പയെ കുറിച്ചുള്ള ഈ പരാമർശം? ശപിക്കപ്പെട്ടവനാണ്, മൽഊനാണെന്ന് അല്ലാമ ഇബ്നുൽ അറബി. ചെറുപ്പക്കാർ മനസ്സിലാക്കണം. എന്തെങ്കിലും കണ്ട് ഓടിപ്പോവല്ലേ. ഒരൽപ്പം നിന്ന് ആലോചിക്കുവിൻ. നിബിതങ്ങളുടെ വാപ്പ ഇന്ന അബീ വ അബാക ഫിന്നാർ എന്ന് പറഞ്ഞ ഹദീസ് ആഹാദായ ഹദീസാണ്. ഹദീസുകളുടെ ശാസ്ത്രം പഠിക്കണം, ഉലൂമുൽ ഹദീസ് പഠിക്കണം, ദി സയൻസ് ഓഫ് ഹദീസ്. ഇത് പഠിക്കാതെ ഹദീസിന് അർത്ഥം വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ നിങ്ങൾക്ക് അർത്ഥം വെച്ച് പഠിക്കാൻ പറ്റുന്ന കിതാബാണ് റിയാദുസ് സ്വാലിഹീൻ. നിങ്ങൾ അത് പഠിച്ചാൽ മതി. റിയാദുസ് സ്വാലിഹീൻ സാധാരണക്കാർക്ക് വേണ്ടി അല്ലാമ നബവി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച ഹദീസുകളാണ്. നിങ്ങൾ ബുഖാരി മുസ്ലിമും പരിഭാഷ വിട്ട് കൊണ്ടുപോയി വെച്ചോളൂ. പക്ഷേ അതെടുത്ത് മസല പറയാൻ നിൽക്കരുത്. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും നിങ്ങൾക്ക് അർത്ഥം വെക്കാൻ കഴിയാത്ത ഹദീസുകളുണ്ട്. പരിഭാഷ വെച്ചിട്ട് കാര്യമില്ല. പരിഭാഷക്കാരന് തിരിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ടാണ് സാധാരണക്കാർ ബുഖാരി മുസ്ലിം നോക്കണ്ട എന്ന് പറയാൻ കാരണം. ഒന്നും ഉണ്ടായിട്ടല്ല, ചില വിഷയം നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരും. അത് തിരുത്താതിരുന്ന ഉദാഹരണം ഈ ഹദീസ് പോലെ ഇന്ന അബീ വ അബാക ഫിന്നാർ എന്ന വാക്കിനെ വ്യാഖ്യാനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉലമാ. വ്യാഖ്യാനിക്കണം, അതിന്റെ പച്ചയായി അങ്ങനെ അർത്ഥം കൊടുത്തുകൂടാ. എങ്ങനെയാണ് നബിയുടെ ഉമ്മയും വാപ്പയും നരകത്തിലെന്ന് പറയുക? അല്ലാഹുവിന്റെ റസൂലിനോടല്ലേ ഖുർആൻ പറയുന്നത്, വഖുർ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ. വഖുർ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എന്നോട് കരുണ ചെയ്ത പോലെ എന്റെ മാതാപിതാക്കളോട് കരുണ ചെയ്യണമേ. എന്നോട് റഹ്മത്ത് ചെയ്ത പോലെ എന്റെ മാതാപിതാക്കളോട് റഹ്മത്ത് ചെയ്യണേ എന്ന് അങ്ങ് പറയണം നബിയേ, അങ്ങ് പറയണം നബിയേ. ആര് പറഞ്ഞു? അല്ലാഹു ജല്ല ജലാലുഹു. ഖുർആൻ നോക്കണം. ഈ ഹദീസ് അർത്ഥം വെക്കുമ്പോ എന്താ അല്ലാഹു പറയണത്? നബിയേ, നിങ്ങൾ പറയണം എന്റെ ഉമ്മാക്കും എന്റെ വാപ്പാക്കും റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. കാഫിറായി മരിച്ചുപോയ ഉമ്മയും വാപ്പയുമാണെങ്കിൽ ആ ഉമ്മക്കും വാപ്പക്കും റഹ്മത്ത് വേണമെന്ന് ചോദിക്കാൻ അല്ലാഹു പറയുമോ? നിങ്ങൾ പറഞ്ഞില്ലേ, കാഫിറായി മരിച്ചതാണ് നബിയുടെ ഉമ്മയും വാപ്പയുമെങ്കിൽ ആ കാഫിറായി മരിച്ച ആളുകൾക്ക് മഗ്ഫിറത്തോ റഹ്മത്തോ ചോദിക്കാൻ പാടുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ വാക്കെന്താണ്? നിങ്ങൾ പറയണം നബിയേ. എന്തല്ല നബി നിങ്ങൾ പറയണ്ട, നിങ്ങൾ നരകത്തിലാവും. ജനങ്ങൾ മുസ്ലിമീങ്ങൾ പറഞ്ഞോട്ടെ. ഇതാണോ ഖുർആൻ പറഞ്ഞത്? അല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ മാതാപിതാക്കൾക്ക് വേണ്ടി റഹ്മത്ത് ചോദിച്ചിട്ടില്ലേ? വാലിദൈൻ മാതാപിതാക്കൾക്ക് വേണ്ടി റഹ്മത്തിന് പ്രാർത്ഥിക്കാൻ അല്ലാഹു നബിയോട് ആഹ്വാനം ചെയ്തിട്ടില്ലേ? അതുണ്ടായിരിക്കെ ഈ ഹദീസിന് എങ്ങനെയാണ് പച്ചയിൽ അർത്ഥം കൊടുക്കുക? ഹദീസുകളിൽ ആഹാദുണ്ട്, മുതവാത്തിറുണ്ട്, മുർസലുണ്ട്, മുൻഖത്തിഉണ്ട്, മഖ്തൂഉണ്ട്, ദഈഫുണ്ട്. ഇതൊക്കെ എന്താണെന്ന് സാധാരണക്കാർക്ക് അറിയേണ്ട വിഷയമില്ല. ഓരോരുത്തരും അവനവന്റെ ഫീൽഡുകൾ പഠിക്കുക. അലിമീങ്ങൾ അത് പഠിക്കണം, ഹദീസ് പണ്ഡിതന്മാരത് പഠിച്ചു തരും, അവർ പഠിപ്പിച്ചു തരും. ആഹാദായ ഹദീസിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, കൊള്ളേണ്ടത്, തള്ളേണ്ടത് എന്ന്. ആഹാദായ ഹദീസിനെ സ്വീകരിക്കില്ല എന്ന് പറയുന്ന ഉലമാ ഉണ്ട്. ഈ ഹദീസ് ആഹാദിൽപ്പെട്ട ഹദീസാണ്. ഇതൊന്നും നമുക്കറിയില്ല. പരിഭാഷ വൈദ്യന്മാർക്കറിയാൻ പറ്റുന്നതൊക്കെ. അതുകൊണ്ട് അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ വാക്കിനെ വ്യാഖ്യാനിക്കണമെന്നാണ്. വ്യാഖ്യാനിക്കണം, എങ്ങനെങ്കിലും വ്യാഖ്യാനിക്കണം. എങ്ങനെ? അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ, അല്ലാഹു മാപ്പാക്കി തന്നില്ല എങ്കിൽ എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലായി പോയേക്കും. അവിടുത്തെ ഒരു അനുയായിയോട് പറഞ്ഞ ഈ വാക്കിനെ പച്ചയിൽ അർത്ഥം കൊടുത്തുകൂടാ എന്നാണ് അതിന്റെ അർത്ഥം. ദുർവ്യാഖ്യാനം എന്നല്ല, ദുർവ്യാഖ്യാനം ചെയ്തതല്ല അർത്ഥം. എത്ര ആയത്തുകളെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്, ഏതെല്ലാം ആയത്തുകളെ പച്ചയിൽ അർത്ഥം വെക്കാൻ പാടില്ലാത്തതുണ്ട്. അല്ലാഹു നൂഹ് നബിയോട് പറയുന്ന, നൂഹ് നബിയെ കപ്പലുണ്ടാക്കിക്കോളൂ എന്റെ കൺമുമ്പിൽ വെച്ചിട്ട്. അല്ലാഹുവിന്റെ കണ്ണുണ്ടെന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. അല്ലാഹു
അള്ളാഹുവിന്റെ കൈകാലുകളുണ്ടെന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. പക്ഷെ അള്ളാഹിന്റെ പ്രയോഗം എന്താണ്? ബിഅഅ്യുനിനാ, എന്റെ കൺമുമ്പിൽ വെച്ചിട്ട്. അതിന്റെ അർത്ഥം എന്റെ സംരക്ഷണത്തിൽ എന്നാണ്. ഇതിനെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തെന്ന് പറയാൻ പറ്റുമോ? തൗബ ചെയ്ത് മടങ്ങണമെന്ന് പറയാൻ പറ്റുമോ? ഖുർആനിന്റെ ഒരു ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോ ശമാരി എന്തെങ്കിലുമൊക്കെ പറയാം. ഈ ആറ്റിങ്ങലിലെ ഒരു സുഹൃത്ത് ഞാൻ ഈ ഹദീസിന്റെ വിഷയം പറഞ്ഞപ്പോൾ അങ്ങനെ മറുപടി അയച്ചിട്ടുണ്ട്. ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാണ്, അതുകൊണ്ട് ഉദവി തൗബ ചെയ്ത് മടങ്ങണം. അൽഹംദുലില്ലാഹ്, തിരിച്ചു തരുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ മണ്ടത്തരം പറഞ്ഞിരുന്നത്. ഈ ഹദീസിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മയും വാപ്പയും നരകത്തിലാണെന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ദിനരാത്രങ്ങളിൽ പത്രങ്ങളിലോ മാസികകളിലോ നോട്ടീസുകളിൽ എഴുതിവിടുന്ന ആളുകളെ തൗബ ചെയ്ത് മടങ്ങിക്കോളി, ഷഹാദത്ത് കലിമ മാറ്റി ചൊല്ലിക്കോളൂ. ആലിമീങ്ങളൊക്കെ വളരെ അതപോടുകൂടെ പറഞ്ഞ ഹദീസാണിത്. നമ്മൾ കാണിക്കുന്ന ഈ ധൈര്യമെന്നും ലോക ആലിമീങ്ങൾ ഈ ഹദീസ് കണ്ടിട്ട് പറയാൻ തുടങ്ങിയിട്ടില്ല, അവരാരും പറഞ്ഞിട്ടുമില്ല. അത് മാത്രമോ, നബിയുടെ ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ 18 വയസ്സായിരുന്നുവെന്ന് ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18 വയസ്സ്. ശരീഅത്തിന്റെ നിയമം ഒരാൾക്ക് ബാധകമാകുന്നത് 15-ലാണോ 18-ലാണോ എന്ന് ഉലമാഇന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കെ മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ ഉപ്പയെ പറ്റി കാഫിറാണെന്ന് പറയാൻ പറ്റുമോ? അത് മാത്രമോ, വമാ കുന്നാ മുഅദ്ദിബീൻ ഹത്താ നബഅസ റസൂലാ, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. ഒരു റസൂലിനെ അയക്കുന്നത് വരെ ഒരാളെയും നാം ശിക്ഷിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു ദൂതനെ അയക്കുന്നത് വരെ ഒരാളെയും അല്ലാഹു ശിക്ഷിക്കൂല. അങ്ങനെയെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നുബുവത്തിന്റെ മുമ്പ് മരിച്ച ആളാണ് നബിയുടെ ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ കുട്ടിയല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാപ്പയിൽ നിന്നുള്ള നൂറ് അഷ്റഫുൽ ഖൽഖിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ജ്യേഷ്ഠനോ അനിയനോ നബിക്ക് വേണ്ട. ആ നൂറ് പൂർണ്ണമായും അഷ്റഫുൽ ഖൽഖിലേക്ക് നീങ്ങാൻ വേണ്ടി അല്ലാഹു ചെയ്ത യുക്തിയായിരിക്കണം ഹബീബിന്റെ ജനനത്തോടുകൂടെ പിതാവിന് മരണം സംഭവിക്കുന്നത്. പറയുന്നുണ്ടത്. അതുകൊണ്ട് മുഅ്മിനെ, മദീനയിലേക്ക് അല്ലാഹു കൊണ്ടുവന്ന ഹബീബിന്റെ ഉപ്പയെ, ഹബീബിന്റെ ഉമ്മയെ സംബന്ധിച്ച് ഹബീബിനെ വേദനിപ്പിക്കുന്നത് പറയരുതേ, ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമാവില്ല. മദീനയിലേക്ക് ഹബീബിനെ കൊണ്ടുവന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു കാര്യം കൂടെ പറയട്ടെ, മദീന അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട നാടാണ്. ഹജ്ജിന് പോയിട്ട് ലക്ഷങ്ങൾ മുടക്കി ഹജ്ജിന് പോയിട്ട് മക്ക വരെ ചെന്ന് തവാഫും സഅയും അറഫയും മുസ്ദലിഫയും ഏറും കഴിഞ്ഞിട്ട് ഒന്ന് മദീനയിലേക്ക് തിരിഞ്ഞു നോക്കാതെ തിരിച്ചു പോരുന്ന എന്റെ പാവം സഹോദരങ്ങളോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. നിങ്ങൾ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, ആരൊക്കെയോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. മദീന പോവേണ്ടതില്ല, അത് നിർബന്ധമല്ലല്ലോ അല്ലേ? മദീനത്തേക്ക് എന്തിനാ പോകുന്നത്? അവിടെ ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരത്തിന്റെ കൂലിയല്ലേ ഉള്ളൂ. കൂലി മുഴുവനും ചാക്കുകളാക്കി ഞങ്ങൾ മക്കയിൽ നിന്ന് കൊണ്ടുവരികയാണ് അല്ലേ? അതല്ലേ പറയാ, മക്കയിൽ ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിന്റെ കൂലി, മദീനയിൽ 1000 കൂലി. എന്താ പറയാ, മദീന പോയിട്ട് വെറുതെ കാലം കഴിക്കണ്ടല്ലോ, കൂലി മുഴുവനും മക്കയിൽ നിന്ന് അടിച്ചുമുട്ടി കൊണ്ടുവന്നൂടെ? ഞാൻ ചോദിക്കട്ടെ, മക്കയിൽ 1,00,000 കൂലിയുണ്ടെന്ന് നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ്? ആരത് പറഞ്ഞത്? മക്കയിലെ പള്ളിയിൽ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ചത് ആരാണ്? ആരാണ് നിങ്ങളെ തവാഫ് ചെയ്യാൻ പഠിപ്പിച്ചത്? ആരാണ് നിങ്ങളെ സഅയ് ചെയ്യാൻ പഠിപ്പിച്ചത്? ആരാണ് നിങ്ങൾക്ക് അറഫയും മുസ്ദലിഫയും പരിചയപ്പെടുത്തി തന്നത്? ആരാണ് നിങ്ങളോട് കല്ലെറിയാൻ പറഞ്ഞത്, ജമറാത്തിൽ കല്ലെറിയാൻ പറഞ്ഞത്? ആരാണ് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നു തന്നിട്ടുള്ളത്? ആരാണത്? മുഹമ്മദ് റസൂലുള്ളാഹ്, റസൂലല്ലേ? ആ നബി ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉംറ എന്നറിയുമോ? ആ നബി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹജ്ജുണ്ടോ? ആ നബി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കഅബയുണ്ടോ? കഅബയുടെ ഹജറുൽ അസ്വദ് ഉണ്ടോ? മഖാം ഇബ്രാഹിം ഉണ്ടോ? ഇതൊക്കെ പഠിപ്പിച്ചെന്ന നബിയോട് ഒരു നന്ദി വേണമെങ്കിൽ, ഒരു നന്ദി ചെയ്യണമെങ്കിൽ മദീനയിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയുടെ അരികത്ത് ചെന്ന് സലാം പറയണ്ടേ? ആ സലാമിൽ ശിർക്കുണ്ടോ? ചെയ്യണമെന്നല്ലേ സർവ്വ ഹദീസ് ഗ്രന്ഥങ്ങളിലും പരിശോധിച്ച് നമ്മുടെ ഫുഖഹാ, ലോകത്തും ഒരു പണ്ഡിതൻ പോലും ഹബീബ്
നേരിട്ട് നബിയോട് പറയുന്ന സലാമിനെ സംബന്ധിച്ച് ഏതെങ്കിലും കുഴപ്പം പറഞ്ഞ ആളുണ്ടോ? ഒരു മുസ്ലിം പണ്ഡിതൻ പോലുമില്ല. നബിയോട് ചെന്ന് സലാം പറയേണ്ടത് എങ്ങനെയാണ്? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. എന്റെ നേതാവായ നബിയെ, അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടായിരിക്കട്ടെ. ഈ സലാമല്ലേ നമ്മൾ തഹിയ്യാത്തിൽ പറയുന്നത്? തഹിയ്യാത്തിൽ എന്താ തഹിയ്യാത്തിൽ ചൊല്ലുന്നത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി തങ്ങൾ ആരാണെന്ന് നമ്മിൽ ചില ആളുകൾക്ക് മനസ്സിലാവാത്തതാണ് എന്റെ അത്ഭുതം. ഒറ്റ കാര്യം പറയട്ടെ, നിസ്കാരത്തിൽ അല്ലാഹുവിനോടല്ലാതെ നേർക്കുനേരെ നീ എന്ന പ്രയോഗം പാടില്ലെന്നാണ്. ആരോടും പാടില്ല. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന റൂമിലേക്ക് ഒരു വലിയ വ്യക്തി ഇങ്ങ് വരികയെന്ന് വിചാരിച്ചോളൂ. വലിയ വ്യക്തി, ഉദാഹരണം പറയാം, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ വരിക, നിസ്കരിച്ചുകൊണ്ടിരിക്കുക. തങ്ങൾ അസ്സലാമു അലൈക്കും. നിങ്ങൾ നിസ്കാരത്തിന്റെ ഇടക്ക് വഅലൈക്കും അസ്സലാം എന്ന് മഹാനായ തങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം ബാത്തിലാണ്. നിസ്കാരം പോയോ? പോയി. ഒരാൾക്കും നേർക്ക് നേരെ ഒരാളോടും നിങ്ങൾക്ക് എന്ന് പറയാൻ പാടില്ലാത്ത നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയെ നിങ്ങൾക്ക് എന്ന് ഈ ഇരുട്ടിയിൽ കിടന്ന് നിസ്കരിക്കുന്ന ഏതൊരു മുസ്ലിമും മദീനയിൽ കിടക്കുന്ന നബിയോട്, അവിടെ കിടക്കുന്ന നബിയെ ഉദ്ദേശിച്ച് അലൈക അങ്ങയോട് നബിയെ അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ, അല്ലാഹുവിന്റെ സലാം ഉണ്ടായിരിക്കട്ടെ എന്ന് അത്തഹിയാത്തിൽ ആ വാക്ക് പറഞ്ഞില്ലെങ്കിൽ അവന്റെ നിസ്കാരം സ്വഹീഹല്ല. അല്ലേ? അത് പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം സ്വഹീഹല്ല. ഇത് മറ്റൊരാളോട് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാണ്. എന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? ഇതൊക്കെ ഇവിടെ ഇല്ലേ? ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ആ ഹബീബ് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പെടുക്കൽ സുന്നത്താണ്. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പില്ലേ? വ്യാഴാഴ്ചയുമുണ്ട്. വ്യാഴമോ തിങ്കളോ രണ്ടാൽ ഒരു ദിവസമാണ് നിങ്ങൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തിങ്കളാഴ്ച ദിവസമാണ്. നമ്മുടെ ഫിഖഹിന്റെ കിതാബ് എഴുതി വെച്ചില്ലേ? എന്തിന്? ഫീഹി ഉലിതു, അന്നാണ് ഞാൻ ജനിച്ചത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മൾ ആൾക്കാർ എന്താ പറയാന്നറിയോ? അന്നല്ലേ നബി മരിച്ചത്. അങ്ങനെ ചില നോട്ടീസൊക്കെ ഇറങ്ങി. നിങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്? എന്റെ കയ്യിൽ അങ്ങനെ നോട്ടീസ് കിട്ടി. ഞാൻ അത്ഭുതപ്പെട്ടു. മനുഷ്യന്മാർക്ക് ഇത്രയും മണ്ടത്തരുണ്ടോ ഇപ്പോഴത്തെ കാലത്ത്? എന്താ പറഞ്ഞതറിയോ? മദീന മുഴുവൻ സങ്കടപ്പെട്ട് ദുഃഖത്തിലാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പായസങ്ങളെ മിഠായി കൊടുക്കുന്നത് ശരിയാണോ? മദീനക്കാർ സങ്കടപ്പെട്ട ദിവസമല്ലേ? കുഞ്ഞു ചങ്ങാതിമാരെ, മഹ്സം എന്ന് പറയുന്ന ദുഃഖാചരണം ഇസ്ലാമിൽ 3 ദിവസേ പാടുള്ളൂ. 3 ദിവസം. ഒരാൾ മരിച്ചാൽ 3 ദിവസം കഴിഞ്ഞാൽ ദുഃഖാചരണം പാടില്ല എന്നാണ്. സന്തോഷത്തിന് അതിരുകളില്ല. ഒരു പെണ്ണിന് അവരുടെ ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും അവർക്ക് ദുഃഖമാചരിക്കണം. വേറെ ആര് മരിച്ചാലും 3 ദിവസമാണ് ദുഃഖാചരണം. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ദുഃഖാചരിക്കാൻ അഭി പറയുന്നത് എങ്ങനെയും മണ്ടത്തരം പറയാം. ദുഃഖാചരിക്കണം. ദുഃഖാചരിക്കലല്ലേ വേണ്ടത്? ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ ഹബീബിനെ കുറിച്ച് സ്നേഹം തോന്നുന്ന നേരത്ത്, ഹബീബ് ലോകത്തേക്ക് വന്നത് പുണ്യമായി ചിന്തിക്കുന്ന ആലോചിക്കുന്ന നേരത്ത് നബിയുടെ മേൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും ആ നബിയെ അന്യമതസ്ഥർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും കിട്ടുന്ന അവസരം ശിർക്കാണ്, കുഫറാണ് എന്ന് പറയുന്ന എന്റെ പുണ്യ സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നബി ചെയ്തിട്ടുണ്ടോ? സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം വരാറ്. ഞാൻ ഒറ്റ ചോദ്യം അങ്ങോട്ടും ചോദിക്കട്ടെ, എന്നിട്ട് മാത്രമല്ല ചോദിക്കാൻ പറ്റുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പച്ച മലയാളത്തിൽ ഖുതുബ ഓതിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബികളോ ആരെങ്കിലും മലയാള ഭാഷയിൽ മിമ്പറിൽ കയറി ഖുതുബ ഓതിയിട്ടുണ്ടോ? നബി സ്വഹാബത്തും ചെയ്യാത്തൊക്കെ ഇസ്ലാമിന് പുറത്താ. ഈ പറഞ്ഞത് എവിടെയാണ് കിടക്കുന്നത്? എവിടെയാണ് കിടക്കുന്നത്? അത് പിന്നെ എന്താ? അത് പിന്നെ നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആളുകൾക്ക് തിരിയുന്ന ഭാഷയിൽ ഖുതുബ ഓതാമെന്ന്? ഇല്ല. തങ്ങൾ ചെയ്തതാണ് ചെയ്യാന്ന് പറഞ്ഞ അറബി ലോകമാണ്. തങ്ങൾ ചെയ്തത് തന്നെ അറബിയിലാണ്. ഒരൊറ്റ ഹദീസ് പോലും ഇല്ല തിരിയുന്ന ഭാഷയിൽ ചെയ്തേക്കില്ലെന്ന്. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നില്ലേ? അതിനെന്താ തെളിവ്? പറഞ്ഞേ, എന്താ തെളിവ്? പാൻസും ഷർട്ടും ഇട്ട് തലമറക്കാതെ അല്ലാഹുവിന്റെ ഹബീബ് മിമ്പറിലേക്ക് കയറി നിന്നതിന് മെഹ്റാബിലേക്ക് കയറുന്ന ഏതെങ്കിലും ഒരു ഹദീസ് ഉണ്ടോ? നബി അങ്ങനെ ചെയ്തതായിട്ട്? ഇല്ലല്ലോ.
100ാം വാർഷികം ആഘോഷിച്ച് നോട്ടീസ് അടിച്ച് വലിയ വലിയ സമ്മേളനങ്ങൾ കഴിച്ചുകൂട്ടിയതിന്റെ ഏതെങ്കിലും തെളിവ് സ്വഹാബത്തോ നബിയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്വന്തം നേതാക്കന്മാരുടെ പേരിൽ അനുസ്മരണങ്ങൾ നടത്തുന്ന പതിവ് നബിയും സ്വഹാബത്തും ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്ത് നിങ്ങൾക്കത് ചെയ്യുന്നത്? നമുക്ക് ഇസ്ലാമിന് പുറത്തു പോയിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളും പറയില്ല നിങ്ങൾ ഇസ്ലാമിന് പുറത്തുപോയി എന്ന്. ഞങ്ങൾ പറയില്ല നിങ്ങൾ ചെയ്ത ശിർക്ക് കുഫ്റാണെന്ന്. as long as there is room for discussion, അതിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള മാർഗം, അതിനെ തിരുത്തി മനസ്സിലാക്കാനുള്ള വഴി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ റബീഇനെയും അങ്ങനെ ചെയ്യാൻ മുസ്ലിമീങ്ങൾക്ക് അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ അഖീദക്കാർക്ക് കഴിയും. അതാ പറയും നബി തങ്ങളും സ്വഹാബത്തും ചെയ്യാത്തൊക്കെ ഇസ്ലാമിന് പുറത്ത്. ഇതാരാ പഠിപ്പിച്ചത്? ഇന്നത്തെ വലിയൊരു അപകടം ഇതാണ്. ഭയങ്കര സങ്കടം തോന്നി. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം ഇതൊന്നുമല്ല. പക്ഷേ ഞാൻ ഇത് പറയും. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പിന്നെ ആരെയും തിരിച്ചു കൊടുക്കുക? നമുക്കത് സംശയം വരാൻ പാടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ചെയ്തെന്നാ ചോദ്യം. ഇങ്ങനെ നബിയും സ്വഹാബത്തും ചെയ്യാത്തത് എത്ര ഉണ്ട്? നിങ്ങൾ സംഘടന ഉണ്ടാക്കിയില്ലേ? സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടോ റസൂലുള്ളാഹി തങ്ങൾ? സംഘടനക്ക് ഓഫീസും കൊടിയും മാസികയും പത്രവും ഇറക്കിയില്ലേ? ഇത് നബിയും സ്വഹാബത്തും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഇസ്ലാമിന്റെ പുറത്താണെന്ന്. അപ്പൊ ഇസ്ലാമിന്റെ അഖീദയെ, അള്ളാഹുവിന്റെ ദീനിന്റെ അഖീദക്ക് ഘടകവിരുദ്ധമല്ലാത്തൊരു സംഗതി മുസ്ലിമീങ്ങൾ അനുഷ്ഠിക്കുകയോ ആചരിക്കുകയോ ചെയ്താൽ അതിനെപ്പറ്റി പൊന്നു മുസ്ലിം സഹോദര, നീ മറ്റുള്ളവരെ പറ്റി പറയല്ല. അവർ മറ്റുള്ളവരെ പറ്റി ശിർക്കാണ്, കുഫ്റാണ്, ഇസ്ലാമിന് പുറത്തുപോയി എന്ന് പറയല്ല. നിങ്ങൾ എന്താ നരകത്തിലേക്ക് ആളാക്കാൻ വന്നതാ? പറഞ്ഞു പോകരുത്. ഗുരുതരമാണ്. ഇനിയെങ്കിലും തിരുത്തണം. കുറെ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. നബിയും സ്വഹാബത്തും ചെയ്യാത്തതൊക്കെ ശിർക്കാണെന്നാണ് അതിനർത്ഥം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾക്ക് ആയത്തിന്റെ നമ്പർ കൊടുത്തിട്ടില്ല. അതിനെ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. നബിയുടെ കാലത്ത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് ആയത്ത് 1, 2, 3 അക്കം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലിന്റെയോ സ്വഹാബത്തിന്റെയോ താബിഈകളുടെ കാലത്ത് ഖുർആനിന്റെ അക്ഷരങ്ങൾക്ക് ഫത്ഹും കസ്റും വള്ളികളും പുള്ളികളും കൊടുത്തിട്ടുണ്ടോ? അതും കൊടുത്തിട്ടില്ല. വിശുദ്ധ ഖുർആനെ 30 ജുസ് ആക്കിയിട്ടുണ്ടോ? അതും ചെയ്തിട്ടില്ല. ഇതൊക്കെ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചില്ലേ? ഈ ശിർക്കാന്ന് പറയുന്ന ആൾക്കാർ അംഗീകരിക്കുന്നില്ലേ? എന്താ പ്രശ്നം? അത് നബി സ്വഹാബത്തും ചെയ്തതല്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൽ നന്മയുണ്ട്. എന്തേ? ആളുകൾക്ക് 30 ജുസ് ആയാൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ നിങ്ങൾ ഖതം തീർക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ ഒരു മാസം കൊണ്ട് ഖതം തീർക്കാം. അറബി അറിയാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവർക്ക് ഖുർആൻ ഓതണം. ബാഇന് പുള്ളി വേണം, താഇന് മേലെ 2 പുള്ളി വേണം, താഇന് 3 പുള്ളി വേണം. ഇതില്ലെങ്കിൽ അനറബികൾക്ക് വായിക്കാൻ അറിയില്ല. ഫതവും കസറും ദമ്മു വേണം. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലത്താണ് അത് നടപ്പിൽ വന്നത്. ലോക മുസ്ലിമീങ്ങൾ ഇന്ന് അംഗീകരിക്കാൻ ആരെങ്കിലും പറഞ്ഞോ ഇത് ശിർക്കാ കുഫ്റാന്ന്? ഖുർആൻ തള്ളണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. പൊന്നു ചങ്ങാതിമാരെ, വെറുതെ ശിർക്ക് കുഫ്റെന്ന് പറയില്ലേ? എന്താ ഈ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ അല്ലാത്ത ഒരാളെ ഇലാഹായി അംഗീകരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നത്, അള്ളാഹുവിന്റെ സിഫാത്തിന്റെ വിശേഷണങ്ങൾ കൊടുക്കുന്നത്, അത് ഇബാദത്താണ്, അത് ശിർക്കാണ്. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് കുഫ്റാണ്, ശിർക്കാണ്, സംശയമില്ല. റബീഉൽ അവ്വൽ ആചരിക്കുമ്പോൾ എന്താ അതിൽ വന്നത്? എന്ത് സംഭവിച്ചു? അതൊരു ബിദ്അത്താന്ന് വിചാരിച്ചോളൂ. ആക്കേ ബിദ്അത്തുൻ ഹസന. ഖുർആൻ 30 ജുസ് ആക്കിയത് ഒരു നല്ല ബിദ്അത്താണ്. ഖുർആനിൽ വള്ളിപുള്ളികൾ വന്നത് നല്ല ബിദ്അത്താണ്. മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നബിയുടെ ജന്മദിനം വരുന്ന ദിവസം അല്ലെങ്കിൽ ആ ജനിച്ച മാസത്തിൽ നബി തങ്ങളുടെ അപദാനങ്ങൾ പാടി പുകഴ്ത്തുന്നത് ഒരു നല്ല ബിദ്അത്താണ്. അതിൽ അനിസ്ലാമികം വല്ലതുണ്ടെങ്കിൽ പറഞ്ഞു തരും. അല്ലാഹുവും റസൂലും ചെയ്യരുത് എന്ന് പറഞ്ഞ വല്ലതും നമ്മൾ ചെയ്തോ? അത് പാടില്ലാത്തതാണ്. ഇതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ശിർക്ക് കുഫ്ർ എന്തിനാണ് ഈ പറയേണ്ട ആവശ്യം? എനിക്കൊരു ചങ്ങാതി, എൻ്റെ കൂട്ടുകാരുണ്ട്, ബ്രിട്ടീഷുകാരൻ, അയാൾ മുസ്ലിമാണ്, അയാൾ ലണ്ടനിലാണ് താമസിക്കുന്നത്. അയാൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ കൊണ്ട് കുറച്ച് ആൾക്കാർ എന്ത് തൊട്ടാലും കുഫർ. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലുണ്ട്, നിങ്ങളുടെ നാട്ടിൽ മാത്രം. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ നാട്ടിൽ മാത്രമുള്ളൂ. നിങ്ങൾ പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കാര്യം ചൊല്ലാൻ പറ്റൂല. നമ്മുടെ നാരിയത്ത് സ്വലാത്ത് അതും കൂടെ പറഞ്ഞിട്ട് ഇന്ന് അതൊക്കെ കൂടെ കഴിച്ച കുറെ സംശയങ്ങൾ ഉണ്ടാവുക. അത് ശിർക്കാണ്. എന്താ അത്? നാറിയ സ്വലാത്ത് ഏത് മരമണ്ടനാണ് എഴുതി വിട്ടതെന്ന് എനിക്കറിയില്ല. നരകത്തിലേക്കുള്ള സ്വലാത്ത്, ഇതൊക്കെ പറയാൻ കാണിച്ച ധൈര്യം അപാരമാണ്. ഷഹാദത്ത് കലിമ പുതുക്കി ചൊല്ലി മുസ്ലിം ആയിക്കോളൂന്ന് എനിക്ക് അവരോട് പറയാനുള്ളത്. വിവരക്കേട് പറയരുത്.
എന്ത് ശിർക്കാണ് അതിൽ കിടക്കുന്നത്? ലോകം അംഗീകരിക്കുന്ന ലോക പ്രശസ്തനായ ഇന്നത്തെ പണ്ഡിതനാണ് മഹാനായ ഷെയ്ഖ് ഹംസ യൂസുഫ്. ലോക പ്രശസ്തനായ പണ്ഡിതനാണ്. മാലികി മദ്ഹബ് അനുസരിച്ച് ഫത്വ കൊടുക്കാൻ അംഗീകാരമുള്ള ആലിമ ഷെയ്ഖ് ഹംസ യൂസുഫ്. അദ്ദേഹം കാലിഫോർണിയക്കാരൻ, അമേരിക്കക്കാരനാണ്. പുതു മുസ്ലിമ, 19-ാം വയസ്സിൽ മുസ്ലിമായ ആളാണ്. ഇന്ന് അവർക്ക് 50-ലേറെ വയസ്സായി. കിതാബുകൾ ഓതിപ്പടിച്ച വലിയ മഹാനാണ് ഷെയ്ഖ് ഹംസ യൂസുഫ്. യൂട്യൂബിലൊക്കെ കാണും, നോക്കി. ഹംസ യൂസുഫ് ഷാദുലി ത്വരീഖത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. ലോകത്ത് ഇസ്ലാമിന്റെ ജിഹ്വയാണെന്ന് ഷെയ്ഖ് ഹംസ യൂസുഫ്. കാലിഫോർണിയയിൽ അദ്ദേഹത്തിന്റെ സൈതൂന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തെ ഒരു ചെറിയ ഇൻട്രോ ചെയ്തതാണ്. അദ്ദേഹത്തെ ഞാൻ മദീനയിൽ വെച്ച് കണ്ടുമുട്ടി, 2 തവണ കണ്ടുമുട്ടി. അങ്ങനെ മദീനയിൽ കഴിഞ്ഞ വർഷം കണ്ടുമുട്ടിയപ്പോ 2 തവണയും മദീനയിലാണ് വെച്ച് കണ്ടുമുട്ടിയത്. അപ്പോ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്തു തരണം. അങ്ങനെ റൗദയുടെ ബാക്ക് സൈഡ്, അതായത് പള്ളിയുടെ ഫ്രണ്ടിലേക്ക് കടന്ന ബാബ് ഫഹദിന്റെ ആ ഭാഗത്ത് മൂലയിൽ അദ്ദേഹം ഹോട്ടലിലേക്ക് നടക്കുകയാണ്. ഞാൻ പള്ളിയുടെ അകത്തേക്ക് പോയിരുന്നത്. അദ്ദേഹം അവിടെ നിന്ന് ദുആ ചെയ്തു. എന്താ ദുആ എന്നറിയോ? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ് الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج. ഞാൻ പറഞ്ഞു, റബ്ബേ, നമ്മളാണ് ശിർക്ക് എന്ന് പറഞ്ഞ സംഗതി ഈ ലോക പണ്ഡിതൻ ഹറമിന്റെ മുമ്പിൽ വെച്ച് മദീനയിൽ വെച്ച് ചൊല്ലിത്തരുന്നത്. ഞാനും എന്റെ സുഹൃത്തും അതിന് ആമീൻ പറഞ്ഞ് ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. ദുബൈയിൽ, അബുദാബിയിൽ പോയതായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളെ നാട്ടിലെത്തുമ്പോൾ കുറേ ശിർക്കുണ്ട്. ഇതെന്താ ഈ പേടിപ്പിക്കുന്നത്? എനിക്കറിയില്ല. തൊടുന്നത് മുഴുവൻ ശിർക്കാണോ? മരിച്ച വീട്ടിൽ മയ്യത്ത് കടത്തിയിരിക്കുമ്പോൾ ആ മയ്യത്തിനും ഖുർആൻ ഓതിയ തെറ്റ്. അവിടെ പത്രം വായിച്ചാലും കുഴപ്പമില്ല, അവിടെ സ്വറ പറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, എന്ത് നാട്ടുവർത്തമാനം പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഖുർആൻ ഓതിയ ശിർക്കായി പോകും. കൂട്ടരെ, നിങ്ങൾ ഖുർആന്റെ ആളുകളാണോ? ഇത് നിർത്തി ഇങ്ങനെ പറയില്ലേ, ദയവ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അള്ളാന്റെ കലാമിനെ ഉപേക്ഷിക്കണമെന്നോ? ഇപ്പൊ ഒരാൾ ഇവിടെ നിന്ന് യാസീൻ ഓതി, അപ്പൊ ചോദ്യം വരും, അള്ളാന്റെ റസൂൽ രാത്രി സമയം 10:10 യാസീൻ ഓതിയതിന് തെളിവുണ്ടോ? ഇങ്ങനെയാണോ ചോദിക്കല്? ആരാ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കാൻ പഠിപ്പിച്ചത്? എനിക്കറിയാം അത് പഠിപ്പിച്ച പണ്ഡിതന്മാർ ആരാണെന്ന്. ഞാൻ പറയുന്നില്ല. ഈ വായിക്കുന്നതും കേൾക്കുന്നതും തൊണ്ട തൊടാതെ വിടുന്ന ഏർപ്പാടൊന്ന് നിർത്തണം. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ ആലിമീങ്ങൾ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കെ ഹക്കും ബാത്തിലും വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു പണ്ഡിത സഭ ഇവിടെ ഉണ്ടായിരിക്കെ ലോകത്ത് നൂതന ആശയക്കാർ വന്ന് വല്ലതും വിളിച്ചു പറയുമ്പോ തൊണ്ട തൊടാതെ വിഴുങ്ങി വഞ്ചിതരായി പോകലും ചെറുപ്പക്കാരെ, അള്ളാഹുവിനോട് ഞാൻ പറയാം, നിങ്ങൾ ഏത് പാർട്ടിക്കും പോയിക്കോ, എനിക്ക് പ്രശ്നമല്ല. പക്ഷെ സത്യം സത്യമായിട്ട് മനസ്സിലാക്കണം. ശിർക്കല്ലാത്തതിനെ പറ്റി ശിർക്ക് എന്ന് പറയരുത്. اللهم صل على سيدنا محمد നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലി പഠിച്ചവനെ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ, ആ നബി കാരണമാണല്ലോ കെട്ടുകൾ അഴിക്കപ്പെടുന്നത്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഇതിൽ എവിടെയാണ് ശിർക്ക് വന്നത്? എന്തിനെ പറ്റിയാണ് പറയുന്നത്? മഹാനായ അല്ലാമ ഇബ്രാഹിം അത്താസി റഹിമഹുല്ലാഹ് ഇതേ സ്വലാത്ത് നമ്മുടെ കേരളക്കരയിലോ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അറിയപ്പെടുന്നത് നാരിയത്ത് സ്വലാത്ത് എന്നാണെങ്കിൽ, ഇതേ സ്വലാത്ത് ലിബിയയിലും ജോർഡാനിലും സിറിയയിലും ഫലസ്തീനിലും അൾജീരിയയിലും അറിയപ്പെടുന്നത് സ്വലാത്തു താസിയ എന്നാണ്. കാരണം ഇത് രചിച്ചു വെച്ച മഹാനായ ഇബ്രാഹിം അത്താസി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അള്ളാഹുവിന്റെ ഇൽഹാം ഉണ്ടായിരുന്ന പണ്ഡിതനാണ്. ഒരുപാട് കറാമത്തുകൾ കാണിച്ച അള്ളാഹുവിന്റെ വലിയ അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു, 4444 തവണ നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിക്കോളൂ, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരും. അത് മുജറബാണെന്നാണ്. നിങ്ങൾക്ക് വിശ്വാസമല്ലേ, നിങ്ങൾ ചെയ്യണ്ട. പക്ഷെ ചെയ്യുന്നവരെ പറ്റി എന്ത് ചെയ്യരുത്? ആക്ഷേപിക്കരുത്. അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇടണ്ട. കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യാനുള്ളതല്ല ഈ മീഡിയ എന്ന് പറയുന്നത്. അതിൽ ഹക്കും ബാത്തിലും കാണും. വിവരമുള്ളവനും ഇല്ലാത്തവനും എഴുതിവിടുന്നു.
ഹക്കെന്താണെന്ന് ബാത്തിലെന്താണെന്ന് ഈ സമൂഹത്തിന്റെ ആലിമീങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആ വിഷയം തുറന്ന് പറയാൻ, സങ്കടപ്പെട്ടുകൊണ്ട് പറയാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണമെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദ്. ഈ സ്വലാത്തുൽ ഇബ്രാഹിമിയ അല്ലാതെ ഒന്നും ചൊല്ലാൻ പാടില്ല എന്നാണ് ചില കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെവിടെ നിന്ന് കിട്ടിയതാണ്? ഇതാരാ പഠിപ്പിച്ചത്? ഈ ഒരു സ്വലാത്ത് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന്. സ്വഹാബത്തിന് അവരുടേതായ സ്വലാത്തുകളില്ലേ? കിതാബുകളെടുത്ത് പരിശോധിച്ചു നോക്കി. ഏതെല്ലാം? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് അവരുടേതായ സ്വലാത്തുണ്ട്. അലി റളിയല്ലാഹു അൻഹു അവരുടേതായ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. എല്ലാ കിതാബുകളിലും ആലിമീങ്ങളും ഓരോരോ ബാബുകൾ, അധ്യായങ്ങൾ തുടങ്ങുമ്പോൾ വിവിധങ്ങളായ വാക്കുകളിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയുടെ മേൽ. ഇന്നും കാണാൻ പറ്റില്ലേ? ലക്ഷക്കണക്കിന് ഇതൊക്കെ ഉണ്ടായിരിക്കെ നമ്മൾ എങ്ങനെയാ സ്വലാത്ത് ഇബ്രാഹിം മാത്രമേ പറ്റുള്ളൂ, ബാക്കിയൊക്കെ നരകത്തിലേക്കാണ്. സ്വല്ലു അലൻ നബി സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വലാത്തും സലാമും ചൊല്ലിക്കോളൂ, എമ്പാടും ചൊല്ലിക്കോളൂ. വാക്കുകൾ പോലും പറഞ്ഞില്ല ഖുർആൻ, ചൊല്ലിക്കോളൂ എന്ന്. നിസ്കാരത്തിൽ സ്വലാത്തുൽ ഇബ്രാഹിമിയെ ചൊല്ലൂ. പക്ഷെ നിസ്കാരത്തിന്റെ പുറത്തൊരാൾക്ക് എന്തും ചൊല്ലിക്കൂടെ? അതിൽ ശിർക്കും കുഫ്റും ഇല്ലെങ്കിൽ എന്താണ് ഇവിടെയാണ് ശിർക്ക് എന്ന് പറയുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില. പടച്ചവനെ പരിപൂർണമായ സ്വലാത്ത് ചൊല്ലണമേ. വസല്ലിം സലാമൻ താമ്മൻ, അന്യൂന്യമായ സലാം നീ ചൊല്ലണമേ. അലാ സയ്യിദിനാ മുഹമ്മദ്, ഞങ്ങളുടെ നബിയുടെ മേൽ. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു, പ്രയാസങ്ങൾ അഴിക്കപ്പെടും ആ നബി കാരണം. ആ നബി കാരണം പ്രയാസങ്ങൾ അഴിക്കപ്പെടും. വർഷങ്ങളായി കടം ബാധിച്ചു കിടന്ന സ്വഹാബിയാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. വർഷങ്ങളായി കടബാധ്യതയുള്ള സ്വഹാബിയാണ്. അങ്ങനെ ഒരിക്കൽ പള്ളിയിൽ വന്നു. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തുമൊക്കെ പല കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കെ ജോലിക്കൊന്നും പോവാതെ പള്ളിയിലേക്ക് വരുന്ന അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ പലതവണ കണ്ടപ്പോൾ നബി ചോദിച്ചു, അബൂ ഉമാമ, എന്തേ നിങ്ങൾ ഈ നേരത്തെ പള്ളിയിലേക്ക് വരാൻ കാരണം? അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ദുയൂനി വഹുമൂമി ലസിമത്നി, ഒരുപാട് കടങ്ങളും ഒരുപാട് സങ്കടവും ഉണ്ട് നബിയെ, അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കടങ്ങളുണ്ടായിട്ട് വർഷങ്ങളായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലാ ഉഅല്ലിമുക കലിമാത്തിൻ, ഏതാനും ചില വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? ഇൻ ഖുൽതഹ, നിങ്ങളത് പറഞ്ഞാൽ അല്ലാഹു നിങ്ങളുടെ കടം വിട്ടുതരും. ഖലല്ലാഹു അൻക ദൈനക വകഫാക ഹമ്മക, നിങ്ങളുടെ സങ്കടം അല്ലാഹു തീർത്തു തരികയും കടം അല്ലാഹു വിട്ടു തരികയും ചെയ്യും. ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? പഠിപ്പിച്ചു തരൂ നബിയേ. എന്നാൽ ചൊല്ലിക്കോളൂ അബൂ ഉമാമ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. ഈ വാക്കുകൾ ഏതാനും ദിവസങ്ങൾ ചൊല്ലിയിട്ടുള്ളൂ. മഹാനായ സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖലല്ലാഹു അന്നി ദൈനി, എങ്ങനെയാണ് ഞാൻ എന്റെ കടങ്ങൾ വിട്ടുക എന്ന് വിചാരിച്ചിരിക്കെ എന്റെ കടങ്ങളെല്ലാം അല്ലാഹു വിട്ടു തന്നു, എന്റെ സങ്കടം അല്ലാഹു തീർത്തു തന്നു. എങ്ങനെ തീർത്തു തന്നു? അഷ്റഫുൽ ഖൽഖ് കാരണം നബിയല്ലേ ആ വാക്കുകൾ പഠിപ്പിച്ചു കൊടുത്തത്. അതിന് മുമ്പും കടമുണ്ടല്ലോ, അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് ഉത്തരം കിട്ടാത്ത സ്വഹാബിക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത വാക്കുകൾ ചൊല്ലിയപ്പോൾ കടം വീടിയില്ലേ? എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? തൻഹല്ലു ബിഹിൽ ഉഖദു, കെട്ടുകൾ ആ നബി കാരണം അഴിക്കപ്പെടും. എന്ത് ശിർക്കാ ഇവിടെ വന്നത്? തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു, പ്രയാസങ്ങൾ ആ നബി കാരണം ഇല്ലാതെയാകും. ഇല്ലാതെ ആയിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സഹാബികളും സഹാബികളും ഖന്തഖ് യുദ്ധം നടക്കുമ്പോഴല്ലേ മഹാപാറക്കല്ലിന്റെ ഉള്ളിൽപ്പെട്ടത് പൊട്ടിച്ചു കളയാൻ കഴിയാതെ ഹമ്മറെടുത്തിട്ട് അടിച്ചിട്ടും പൊട്ടാതെ വന്നപ്പോ, യാ റസൂലല്ലാഹ്, ഞങ്ങൾ പ്രയാസത്തിലാണ് നബിയെ, ഈ പാറക്കല്ല് ഞങ്ങൾ അടിച്ചിട്ട് പൊട്ടുന്നില്ല. സ്വഹീഹിൽ വന്ന ഹദീസല്ലേ ഇത്? സ്വഹാബത്തിന്റെ കയ്യിൽ നിന്ന് ഹാമറെടുത്തിട്ട് ചെറിയ ഖഫീഫായ വളരെ ലൈറ്റായിട്ട് ആ പാറയിലൊന്ന് അടിച്ചപ്പോഴേക്കും
മണലിന്റെ കൂമ്പാരം പോലെ ആ പാറ മാറിക്കഴിഞ്ഞത് ഖന്ദക്കിന്റെ ചരിത്രത്തിലില്ലേ? എന്താണ് ഈ പറഞ്ഞത്? പ്രയാസങ്ങൾ വന്നപ്പോൾ ഈ നബി കാരണം ആ പ്രയാസങ്ങൾ നീങ്ങിപ്പോയിട്ടില്ലേ? ഇതിലിപ്പോ എന്താ ശിർക്ക്? ആഗ്രഹങ്ങൾ ആ നബി കാരണം സാധ്യമായിട്ടുണ്ടല്ലോ, ആഗ്രഹങ്ങൾ സാധ്യമായിട്ടുണ്ടല്ലോ. ഹബീബിന്റെ മുമ്പിലേക്ക് ഒരു പെണ്ണ് സംസാരിക്കാൻ കഴിയാത്ത കൊച്ചുകുട്ടിയെ കൊണ്ടുവന്നു. സ്വഹീഹായ ഹദീസ് അല്ലാമ അബൂബക്കർ അൽ-ജസാഇരി അവരുടെ ഗ്രന്ഥത്തിൽ ഹാദൽ മുഹബ്ബ് എന്ന ഗ്രന്ഥത്തിൽ ഹദീസ് ഉദ്ധരിച്ചു. ഒരുപാട് മുഹദ്ദിസീങ്ങൾ സ്വഹീഹായ ഹദീസ് അല്ലയോ? യാ റസൂലല്ലാഹ് നബിയേ, എന്റെ കുഞ്ഞ് സംസാരിക്കുന്നില്ല നബിയേ, എന്റെ കുഞ്ഞിന് സംസാരമില്ല നബിയേ, എന്റെ കുഞ്ഞിന് സംസാരമില്ല, എന്റെ കുഞ്ഞ് സംസാരിക്കുന്നില്ല നബിയേ. സങ്കടമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞോ, നീ പൊയ്ക്കോ, അല്ലാഹുവിനോട് പോയിട്ട് ചോദിക്കേ, ശിർക്ക് ചെയ്യല്ല എന്ന് നിങ്ങൾ പറഞ്ഞോ? ഇല്ല. ഹബീബായ നബി എന്താ ചെയ്തത്? വുദു എടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. നബി വുദു എടുത്തു, വായ കുപ്പിളിച്ചു, ആ വെള്ളം സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. കൈയും മുഖവും കഴുകിയ ഹബീബിന്റെ വുദുഇന്റെ വെള്ളം പാത്രത്തിൽ സൂക്ഷിക്കാൻ പറഞ്ഞു. ഈ കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു, ശരീരത്തിൽ തടവി കൊടുത്ത് നബി ദുആ ചെയ്തു. ആ സെക്കൻഡിൽ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ കുട്ടി. ആ പെണ്ണിന്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണ്ടായിരുന്ന കുട്ടി ഈ ഊമയായിരുന്ന കുട്ടിയായിരുന്നു. അല്ലാഹു ആ കുട്ടിക്ക് സംസാരശേഷി കൊടുത്തില്ലയോ? എത്ര മുഅ്ജിസത്തുകൾ, എത്ര മുഅ്ജിസത്തുകൾ! എത്രയാണ് നമ്മൾ പറയാ? തന്റെ കുഞ്ഞ് സംസാരിക്കണമെന്ന അവിടുത്തെ ഉമ്മയുടെ അഭിലാഷം ആ റസൂൽ കാരണം നടന്നിട്ടില്ലയോ? അതല്ലേ പറഞ്ഞത്? ആ നബി കാരണം സാധ്യമാകുന്നുണ്ട്. ആഗ്രഹങ്ങൾ എന്തെല്ലാം. മഹാനായ സ്വഹാബി അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചില്ലേ, വേണ്ടത് ചോദിച്ചോളൂ, വേണ്ടത് ഞാൻ തരാം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയോടുകൂടെ സ്വർഗ്ഗത്തിൽ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹുവ ലക, നിങ്ങൾക്കത് ലഭിച്ചിരിക്കുന്നു. ആരാണ് ഈ കൊടുത്തത്? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുനാലു ബിഹിർ റഗായിബ്, ആഗ്രഹങ്ങൾ നബി കാരണം സാധ്യമായിട്ടുണ്ടല്ലോ. അവിടുത്തെ പരിശുദ്ധമായ മുഖത്തെ അവിടുത്തെ മുൻനിർത്തി ചോദിച്ചാൽ അല്ലാഹു മഴ തരുമല്ലോ. എത്ര ഹദീസുകളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബികളും അബ്ബാസ് എന്നവരെ മുൻനിർത്തി ചോദിച്ചത്. അല്ലാഹുവിന്റെ റസൂലിനെ മുൻനിർത്തി മഴ ചോദിച്ച സ്വഹാബിമാർ മദീനയിൽ ഹബീബായ തങ്ങൾ മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സ്വഹീഹ് ബുഖാരിയും മുസ്ലിമും പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുടെ സ്വഹാബുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസല്ലേ? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് ആകാശത്ത് മേഘത്തിന്റെ പടലം പോലുമില്ല. ഒരാൾ വന്ന് പറഞ്ഞു, നബിയേ കഹത്നാ, ഞങ്ങൾക്ക് മഴയില്ലാതെ പ്രയാസത്തിലാണ് നബിയേ, ഞങ്ങൾക്ക് മഴ വേണം. അങ്ങ് ദുആ ചെയ്യുമോ നബിയേ? അങ്ങ് അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹു തരും. ദുആ ചെയ്യും നബിയേ. അല്ലാഹുവേ, അല്ലാഹുമ്മ അഗ്ഫിനാ, പടച്ചവനെ ഞങ്ങൾക്ക് മഴ വേണം. മിമ്പറിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തതേ ഉള്ളൂ. ജുമുഅ തീരുന്നതിന്റെ മുമ്പ് മഴ പെയ്യാൻ തുടങ്ങി. ചൂടത്ത് മഴയില്ലാതെ ചൂടത്ത് മദീനയിലെ പള്ളിയിലേക്ക് വന്ന സ്വഹാബിമാർ മഴ കൊണ്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഒരാഴ്ച തിമർത്ത് മഴ പെയ്തു. പിറ്റേ ആഴ്ച മദീനത്തെ മിമ്പറിൽ ഖുതുബ ഓതുന്ന അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് അതേ മനുഷ്യൻ ഓടി വന്നില്ലയോ? യാ റസൂലല്ലാഹ്, മഴ മതി നബിയേ, ഞങ്ങൾക്ക് മഴ മതി. വെള്ളപ്പൊക്കമായിട്ടുണ്ട് നബിയെ, ഒരാഴ്ചത്തെ മഴ കൊണ്ട് വെള്ളപ്പൊക്കമായി, ഇനി മഴ മതി നബിയെ, അല്ലാഹുവിനോട് പറയണം മഴ മതി എന്ന്. اللهم حوالينا ولا علينا اللهم على الأكام والجبال ومنابت الشجر. പടച്ചവനെ, ആ മഴ നീ ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണേ അല്ലാഹ്. വൃക്ഷങ്ങൾ മുളക്കുന്നിടത്തേക്ക്, പർവ്വതങ്ങളിലേക്ക്, കാടുകളിലേക്ക്